ഇവർക്ക് നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കീം സ്കോർ വന്നു. ഇപ്പൊ ഒത്തിരി കുട്ടികളും അല്ലെങ്കിൽ അവരുടെ പേരൻസും വിളിച്ചു ചോദിക്കുന്നത് അവർക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പൊ അതിന് പല രീതിയിലുള്ള കാര്യങ്ങളാണുള്ളത്. അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും, കിട്ടത്തില്ലയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിലർക്ക് കിട്ടാതെയും വരാം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, ഏതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അഡ്മിഷൻ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഒത്തിരി പേരൻസിനും ഒക്കെയുള്ള ഡൗട്ട്. കാരണം ഇപ്പം അവരുടെ മക്കളെ ഏതെങ്കിലും ഒരു നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ആ രീതിയിൽ കൂടെ പോയി നല്ലൊരു ജോലിയൊക്കെ കിട്ടി അങ്ങനെ സ്വപ്നം കാണുന്നവരാണ് എല്ലാവരും. ഒരു രീതിയിലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കുട്ടികളെക്കാളും കൂടുതൽ പേരൻസിനാണ് ഈ കാര്യത്തിൽ ഉത്കണ്ഠ എന്നോ ടെൻഷനോ ഒക്കെ പറയാം, ആവശ്യമെന്ന് തന്നെ വേണം പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നിങ്ങളോട് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കീമിന്റെ സ്കോർ വന്നേക്കുന്നത് 300 മാർക്കിൽ നോർമലൈസ് ചെയ്ത് 600 മാർക്ക് ആയിരുന്നു. അതിനെ 300 കൺവേർട്ട് ചെയ്തുള്ള മാർക്കാണ്. അത് പല രീതിയിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. 10 10 കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. അതെല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു. പലരുടെയും മാർക്ക് 10 മാർക്കുണ്ട്, 10 പോയിന്റ് ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്, 50 ഉണ്ട്, 150 ഉണ്ട്, 200 ഒക്കെ ഉണ്ട്. അപ്പോൾ പല രീതിയിലുള്ള മാർക്കുകളാണ്. ഇതിനോടുകൂടി ഇനി നമ്മുടെ +2 മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിന് 120 120 120 പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 മാത്രമേ മാർക്ക് എടുക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 60 മാർക്ക് തിയറി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇന്റേണൽ മാർക്സ് ഉണ്ട്. ഇന്റേണൽ മാർക്ക് 20, അപ്പോൾ 80. ഇനി നമ്മുടെ പ്രാക്ടിക്കൽ മാർക്ക് ഉണ്ട് 40. ഇങ്ങനെയാണ് 120 മാർക്ക് നമുക്ക് വരുന്നത്. ഈ 120 മാർക്കില് നമുക്ക് നോക്കിയ പലർക്കും പല രീതിയായിരിക്കും. അപ്പൊ ടോട്ടലി 360 മാർക്കാണ് നമ്മുടെ ടോട്ടൽ മാർക്ക് ഈ 3 സബ്ജക്റ്റിനോടെ. ഇതിനെ കൺവേർട്ട് ചെയ്ത് 300 മാറ്റും. 300 ഇപ്പൊ 360 നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് അതിനെ കൺവേർട്ട് ചെയ്ത് 300 മാറ്റും. ആ 300 കിട്ടുന്നതിനും കൂടെ ചേർത്ത് ആഡ് ചെയ്ത് ടോട്ടൽ നമ്മുടെ കീം റാങ്ക് വരുന്നത് 600. ഇതാണ് കീം റാങ്ക്. ഈ രണ്ടും കൂടി ചേർന്ന് കിട്ടുന്നതിനെ നോക്കിക്കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. ഇനി നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതികളെ കുറിച്ചൊന്ന് പറയാം. ഇപ്പൊ നമുക്ക് 10 മാർക്കിൽ കൂടുതൽ കിട്ടുന്ന കീമിന്റെ സ്കോർ 10 മാർക്കിൽ കൂടുതൽ കിട്ടുന്ന ഏതൊരാൾക്കും ഗവൺമെന്റ് സീറ്റിൽ, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ ഫീസിൽ നമുക്ക് പഠിക്കാനുള്ള അർഹനായിട്ടുണ്ടെന്ന് അർത്ഥം. മീൻസ് അവർക്ക് അവകാശമായിട്ടുണ്ട് എന്നർത്ഥം. 10 മാർക്കുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീം സ്കോർ വെച്ചുകൊണ്ട് കയറാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ 11 മാർക്ക് കിട്ടിയ ഒരാൾക്കും എന്ത് കിട്ടാം, അഡ്മിഷൻ കിട്ടാം. പക്ഷെ ഏത് കോളേജിലാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ ചോദിക്കുക അഡ്മിഷൻ കിട്ടുമോ, നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളുടെ മാർക്കിനെ വെച്ചുകൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റും. ചില കോളേജിൽ കിട്ടും, ചില കോളേജിൽ കിട്ടത്തില്ല. അപ്പൊ ഡിമാൻഡ് കൂടുതലുള്ള കോളേജിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറയും. അതാണ് ഇതിന്റെ ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാത്ത കാര്യം. പലരും ചോദിക്കുന്നുണ്ട് ഗവൺമെന്റ് സീറ്റ് കിട്ടുമോ. ഗവൺമെന്റ് സീറ്റ് കിട്ടാം, പക്ഷെ അത് ഡിമാൻഡ് കുറവുള്ള ബ്രാഞ്ചിലായിരിക്കും. ആകെ കോളേജ് ഉള്ളത് 9 കോളേജേ ഉള്ളൂ. ഗവൺമെന്റ് കോളേജ് 7 കോളേജ്, ബാക്കി എല്ലാം നമ്മുടെ അൺഎയ്ഡഡ്, പിന്നെ കോഓപ്പറേറ്റീവ് കോളേജസ്, അങ്ങനെ പല ഷെയറിംഗ് കോളേജസ് എന്ന് പറയാം, ICRD അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഗവൺമെന്റ് സീറ്റിൽ നമുക്ക് കിട്ടും. ഗവൺമെന്റ് കോളേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ച് ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബ്രാഞ്ചിൽ ആ കോളേജിൽ വലിയ റഷ് ഇല്ല എങ്കിൽ, അതിന് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാം. അത്രേ ഉള്ളൂ. ഇനി അത് അവിടെ ഭയങ്കരമായിട്ട് റഷ് ആണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യത കുറയും. അപ്പൊ അതെല്ലാം മാർക്ക് കൂടുന്നതിനനുസരിച്ചേ കിട്ടത്തുള്ളൂ. ഇനി ഏതൊരാൾക്കും ഞാൻ പറഞ്ഞ പോലെ ഇനി 10 താഴെയുള്ള ഒരാളുടെ കൊണ്ടൊന്ന് പറഞ്ഞേക്കാം, ഏതാ കീം സ്കോർ 10 കിട്ടിയില്ല, അവർക്കും പഠിക്കണമെന്നുണ്ട്, പഠിക്കാം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ വഴിയേ ഉള്ളൂ. ഏത് കോളേജിലാണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആ കോളേജിന് നേരിട്ട് അവിടെ എത്തുക. എന്നിട്ട് അവിടെ NRI സീറ്റ് ഉണ്ട്. എല്ലാ കോളേജുകൾക്കും അൺഎയ്ഡഡ് കോളേജ് എല്ലാത്തിനും NRI സീറ്റ് ഉണ്ട്. ഈ NRI സീറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഫീസ് എന്ന് പറയുമ്പോൾ ഇവിടെ 80 ആണെങ്കിൽ അത് 160 ആയിട്ട് മാറാം. മീൻസ് 1,60,000 രൂപയുടെ സീറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയേ അടങ്ങൂ, എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ രീതിയിൽ കൂടെ നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ 10 മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിഷൻ കിട്ടാതിരിക്കത്തില്ല, അഡ്മിഷൻ കിട്ടാം. പക്ഷെ അത്
ഫീസ് ഏകദേശം ഡബിൾ കൊടുക്കേണ്ടി വരും. ഇനിയും 160 എന്നുള്ളത് നമ്മൾ സാധാരണയാണ്, അതിലൊക്കെ കൂടാൻ പല കോളേജിൽ, ഇതെല്ലാം ഡിപ്പെൻസ് അപ്പോൺ ദ കോളേജസ് ആണ് കേട്ടോ. അതെല്ലാം നേരിട്ട് സംസാരിച്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ആരും വെളിപ്പെടുത്തതില്ല ഞങ്ങളുടെ കോളേജ് 2 ലക്ഷം രൂപ ശമ്പളം, 2 ലക്ഷം രൂപയാണ് ഫീസ്, 5 ലക്ഷം രൂപയാണ് ഫീസ്, അതൊന്നും ആരും പറയുന്നില്ല കേട്ടോ. അതെല്ലാം സൗകര്യമായിട്ട് ചെല്ലുമ്പോഴേ അവിടെ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വിളിച്ചു പറയാനുള്ള സംഭവം പറ്റത്തില്ല. അപ്പൊ അതൊക്കെ നേരിട്ട് സംസാരിച്ച് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് അവർ പറയും. അപ്പോൾ ഏതൊരാൾക്കും എഞ്ചിനീയറിംഗ് പഠിക്കാം, പക്ഷേ കീം ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് ഫീസ് വളരെ പകുതിയായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ വെച്ചുകൊണ്ടാണ് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. നിങ്ങൾ അർഹനാണെങ്കിലും അവിടുത്തെ കൂടുതൽ 60 സീറ്റേ ഉള്ളൂ, 80 പേര് വന്നു, 20 പേര് അവർക്ക് കളഞ്ഞല്ലേ പറ്റൂ. അപ്പൊ അങ്ങനെ ഓരോ കോളേജിലും ഓരോ രീതിയിൽ കൂടെയുള്ള ആ റഷ് എന്തുമാത്രമുണ്ടോ, തിരക്ക് എന്തുമാത്രമുണ്ടോ, അതിനനുസരിച്ച് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവരെ എടുത്തേ പറ്റൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതികള്. അപ്പൊ പലർക്കും ഇതാണൊരു വലിയൊരു പ്രോബ്ലം. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു കുട്ടിക്കും എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് പ്രശ്നമില്ല. ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ്, അപ്പൊ ഈ കോളേജിന്റെ ലിസ്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമാണ്. ഏതൊക്കെ കോളേജുകളാണ് നല്ലത്? അപ്പൊ പല കോളേജിനെ കുറിച്ചും ചോദിക്കും. ഏകദേശം എല്ലാ കോളേജസും നല്ലതൊക്കെ തന്നെയാണ്, ഒരു കുഴപ്പവും ഇല്ല. എന്നാലും പല കോളേജുകളും നമ്മളിപ്പോ റിസൾട്ട്, ഇപ്പൊ റാങ്ക് ലിസ്റ്റ് എല്ലാ വർഷങ്ങളിലും കോളേജ് വൈസ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷമൊക്കെ വന്നു, പക്ഷെ അത് അവിടെ നിന്നും പല കോളേജസിന്റെയും പേര് വന്നിട്ടില്ല. അത് അവരുടെ റിസൾട്ടിന് മോശമായതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ അങ്ങനെ നോക്കി നമുക്ക് കുറച്ചൊക്കെ പിടികിട്ടും ഏതാ നല്ല കോളേജ്, ചീത്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കുന്നത് ക്യാമ്പസ് ഇന്റർവ്യൂ, പിന്നെ പഠിപ്പിക്കുന്ന രീതികൾ, ഇതെല്ലാം ഇതിനകത്ത് ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ, നേരത്തെ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. എല്ലാവരും ക്യാമ്പസ് ഇന്റർവ്യൂ ഉണ്ട്. ഒറ്റ കാര്യം, നിങ്ങളെ ക്യാമ്പസ് ഇന്റർവ്യൂവിനെ കുറിച്ചൊന്ന് കേട്ടോ. ക്യാമ്പസ് ഇന്റർവ്യൂ എല്ലാ കോളേജസുകളിലും ഉണ്ട് എന്ന് പറയത്തുള്ളൂ, ആരും ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷെ അതൊക്കെ എന്തുമാത്രം യാഥാർത്ഥ്യത്തിലോട്ട് വരുമ്പോൾ ഉണ്ടാവും എന്നുള്ളതും ഈ നടത്തപ്പെടുന്നതിനുള്ളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടെന്നുള്ളതും അത് വളരെ കണ്ടുപിടിക്കാൻ പാടാണ്. ഇപ്പൊ പലരും പലയിടത്തും വന്നിട്ട് കോളേജുകളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തിയിട്ട് ഓഫർ ലെറ്റർ കൊടുത്തിട്ട് പോയി എന്ന് പറയും. അത് മിക്കവാറും നമ്മുടെ 4th സെമ്മിലായിരിക്കും, ഫോർത്ത് ഇയർ, ഏകദേശം ഒരു 7th സെം കഴിഞ്ഞിട്ട് 8th സെമ്മിൽ ആ സമയത്തൊക്കെ ആയിരിക്കും ഇത് നടക്കുന്നത്. പലർക്കും ഓഫർ ലെറ്റർ കൊടുത്തിട്ട് പോകും. അവർ ഈ കോളേജ് വിട്ട് വെളിയിൽ പോയ ശേഷവും ചിലപ്പോൾ വിളിക്കാത്തവരെ ഉണ്ടാവാം. ചിലപ്പോൾ ഓഫർ ലെറ്റർ മാത്രം വീട്ടിൽ വെച്ചേക്കും, ആ ലെറ്റർ മാത്രം കയ്യിരിക്കും, ചിലപ്പോൾ വിളിക്കണമൊന്നും ഇല്ല. മിക്കവരെ ചിലപ്പോൾ വിളിക്കുന്നവരും ഉണ്ട്. എന്തായാലും നമുക്ക് ടോപ്പിലെത്തുന്നവർക്ക് മാത്രം, കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ക്യാമ്പസ് ഇന്റർവ്യൂടെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ. ബാക്കി ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി പുറകോട്ട് നിൽക്കുന്നവർക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒന്നും ഒരിക്കലും ക്യാമ്പസ് ഇന്റർവ്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇതൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയാണ്, ചാലഞ്ചായിട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും നന്നായിട്ട് വേണം. ഇനി ഏറ്റവും ഒരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ കീം സ്കോറൊക്കെ 10, 15, 20, 30, 40, 50 വരെയൊക്കെ ഉള്ളവര് പലരും റിപ്പീറ്റ് ചെയ്തതിനെ കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ പോകാവുള്ളൂ. അല്ലാതെ റിപ്പീറ്റ് ചെയ്താൽ ഉടനെ മാറി കൂടുമെന്നുള്ള ഒരു ധാരണയും വേണ്ട കേട്ടോ. പക്ഷെ നമുക്ക് അത് മാത്രമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒക്കെ പഠിക്കാം. ഇപ്പൊ 15 മാർക്കുള്ള ഒരാള് കീം സ്കോർ 15, നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് കളയാം. നമ്മൾ ഒരു വർഷമാണ് കളയുന്നത്, പിന്നെ അതിന് വേണ്ട ചെലവുണ്ടല്ലോ, ഏകദേശം 2 ലക്ഷം രൂപയൊക്കെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞതാവും. അപ്പൊ നിങ്ങൾ ഈ 15 നിന്നും നിങ്ങൾ ഇതുവരെ കൂടും, നിങ്ങളുടെ മാർക്ക് ഏതുവരെ ഹൈ ആകും എന്നുള്ളതും നിങ്ങൾക്ക് അതിനുള്ളൊരു കാലിബർ ഉണ്ടോ എന്നുള്ളതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വീട്ടുകാരോട് പറയാവുള്ളൂ. കുട്ടികളെ ഇത് കേൾക്കുന്നെങ്കിൽ, പേരൻസ് ആണെങ്കിൽ അവരോട് കുട്ടിക്ക് ഇതിനൊക്കെയുള്ള ഒരു കഴിവുണ്ടോ, അവനെ അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അതിനുള്ള കഴിവുണ്ടോ എന്നുള്ള ആലോചിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം നമ്മൾ ഒരു നിമിഷത്തിൽ തോന്നി വിട്ടിട്ട് ഒരു വർഷം നമ്മുടെ കളയാന്നുള്ളതല്ല, നഷ്ടപ്പെടുന്നുണ്ടാവാം. ചിലപ്പോൾ അത് പ്രയോജനപ്പെടുത്തി എടുക്കുന്നവരും ഉണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഈ 15 എന്നുള്ളത് കുറഞ്ഞതൊരു 110 തൊട്ട് ഒരു 150 വരെ മാറ്റാൻ പറ്റുന്നെങ്കിൽ, നിങ്ങളുടെ സ്കോർ മാറ്റാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഈ ഇടയ്ക്ക് മാർക്ക് എത്തിയാൽ, കീം സ്കോർ എത്തിയാൽ 300-ൽ ഇതിനിടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു വർത്താണ്, പ്രയോജനമാണ്. ഇല്ലെങ്കിൽ നമുക്ക് പോയിട്ട് കാര്യമില്ല. ചുമ്മാ ഒരു വർഷവും നഷ്ടപ്പെടും, ലക്ഷവും നഷ്ടപ്പെടും. അപ്പം രണ്ടും കൂടി എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? അങ്ങനെയുള്ളവരെ ഇപ്പൊ നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ പോയി നന്നായിട്ട് പഠിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല, ഓക്കെ, ഇനി എഞ്ചിനീയറിംഗിന് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയാൽ ഞാൻ നന്നായിട്ട് പഠിക്കാം എന്നുള്ളവര്
വലിയ കുഴപ്പമില്ലാത്ത ഫീസൊക്കെ നമുക്ക് സാധാരണ ലെവലിലുള്ള ഒത്തിരി കോളേജസ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിലോട്ട് ഫീസ് പോവാത്ത ഒത്തിരി കോളേജസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ നല്ല രീതിയിലുള്ള ക്ലാസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആയിരിക്കാം, പക്ഷെ വെളിയിലോട്ടുള്ള പേരൊന്നും കാണത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡറി ലെവലിൽ ഇപ്പൊ നമുക്ക് ടോപ്പ് ലെവൽ കോളേജസ് ഉണ്ട്, സെക്കൻഡറി ലെവൽ കോളേജസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അതിന്റെ ലിസ്റ്റൊക്കെ ഞാൻ ഉടൻ തന്നെ ഒന്ന് തരാം. നിങ്ങൾക്ക് എന്തായാലും സമയം, അതുകൊണ്ട് ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് എത്തിക്കുന്നത്. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ആൾക്കാരോട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നവരാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അലോട്ട്മെന്റ് പ്രോസസ്സ് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിനുള്ളിൽ അലോട്ട്മെന്റിന് വേണ്ടി കോളേജുകളെ സെലക്ട് ചെയ്യുന്നത്, എല്ലാം നമ്മുടെ ചാനലിൽ കൂടെ കൃത്യമായിട്ട് എത്തിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ അങ്ങനെ ഒരു 15, 15, 30 മാർക്കൊക്കെ ഉള്ളൂ, 300-ൽ 30 ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ ആടിയുറച്ച് ഇനി പഠിക്കാൻ പോകാന്നുള്ള ഒരൊറ്റ രീതിയിൽ കൂടെ പോയാൽ ഈ 30-ന് നമുക്ക് പഠിച്ചെടുത്ത് വരുമ്പോൾ 300-ൽ 150 കിട്ടിയവരെക്കാളും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റും, നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം. അത് നിങ്ങളുടെ ഒരു കഴിവാണ്. നമ്മൾ ഏതൊരു കാര്യം തീരുമാനം എടുക്കാൻ ഒറ്റ നിമിഷം കൊണ്ട് ചിലപ്പോൾ പറ്റിയേക്കാം, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ടൈമാണ്. പക്ഷെ ആ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള കഴിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്കില്ല്. അല്ലാതെ ഏതെങ്കിലും കാര്യം ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റ് പഠിച്ചോളാം എന്ന് പല കുട്ടികളും, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാന്ന് രാത്രി കിടന്നുറങ്ങും. എല്ലാവരും കിടന്നുറങ്ങും, എല്ലാവരും ഇതേപോലെ ഈ പറഞ്ഞ കുട്ടിയെ ഇറങ്ങും, വീട്ടുകാരും എല്ലാം ഉറങ്ങും. 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അയ്യോ ഞാൻ മറന്നുപോയി, അതൊരു വലിയ കാര്യം. അപ്പൊ അങ്ങനെയൊന്നും അല്ല. നമ്മൾക്ക് 4 മണിക്കെന്ന് പറഞ്ഞാൽ 4 മണിക്ക് അവിടെ ആ സംഭവം നടത്തിയിരിക്കണം. ആ പറഞ്ഞവൻ അതിനനുസരിച്ച് അതിനുള്ളൊരു സ്കില്ല് വേണം. രാവിലെ എഴുന്നേൽക്കുക, കറക്റ്റായിട്ട് എഴുന്നേൽക്കുക, വേറെ ആരും ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ ആരും വിളിക്കണ്ട, ഞാൻ തന്നെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പാർക്ക് മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നേടിയെടുക്കാം ഏത് കാര്യവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പേടിക്കേണ്ട, അല്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ ഇനിയും പഠിക്കാൻ പോകുന്ന തീരുമാനത്തിലും പ്രവൃത്തിയിലുമാണ് ഇനിയും വരാൻ പോകുന്ന റിസൾട്ടുകൾ. അവനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ കൂടെയും മാറ്റിയെടുക്കാൻ സമയമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഏത് കുറഞ്ഞ മാർക്കുകാരനും അഡ്മിഷൻ എടുക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇനി പഠിക്കുന്നതിലാണ് പ്രത്യേകിച്ച് കാര്യം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും പേരൻസിനും ഉണ്ടാകുന്ന ഡൗട്ട്. അപ്പോൾ നമുക്ക് കീം സ്കോർ ഇനി 10 താഴെയുള്ളവരും ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിലായിരിക്കാം മാർക്ക് പോയതും, അല്ലെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ അറിയാൻ വയ്യാതെ അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് മാർക്സ് ഒക്കെ വന്നായിരിക്കും താഴെ പോയത്. അവര് പക്ഷെ എനിക്ക് ഈ വർഷം തന്നെ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ NRI സീറ്റിൽ എടുത്തോണ്ട് പഠിച്ചു തുടങ്ങും കേട്ടോ. ഇനി പഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ കമ്പ്യൂട്ടർ സയൻസിന് ഇലക്ട്രോണിക്സ് രണ്ടാണ് അവരുടെ സ്റ്റാർട്ടിംഗ് സിലബസ്. ഇപ്പൊ പ്രത്യേകിച്ച് മാത്സിലൊക്കെ ആണെങ്കിൽ മാത്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ വില്ലൻ കേട്ടോ. മാത്സ് ഇത്തിരി പ്രശ്നക്കാരനാണ്. നമ്മുടെ ക്ലാസ് ഇപ്പൊ ഇലക്ട്രോണിക്സ് അവർക്കൊക്കെ ഉള്ളതുണ്ട്. കമ്പ്യൂട്ടർ സയൻസിനുള്ള എല്ലാ മറ്റുള്ള ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കിനുള്ള എല്ലാ ക്ലാസ് S7 മാത്സ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം ഞാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ് തരുന്നുണ്ട്. ഓക്കെ, മറ്റുള്ള കാരണം ഇത് ഇച്ചിരി സമയം എടുത്ത് പഠിപ്പിക്കാൻ പറ്റുള്ളതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് ഉടനെ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതിനോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ പഠിക്കാൻ നല്ലപോലെ ഉണ്ടെന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് എഞ്ചിനീയറിംഗിന് പോകാവുള്ളൂ. ഈ +2 ജസ്റ്റ് പാസ്സായി അല്ലെങ്കിൽ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ട്, നല്ല കുഴപ്പമുണ്ടെങ്കിൽ ഇതിന് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് നന്നായിട്ട് പഠിച്ചിറങ്ങുന്നവർക്ക് പോലും +2 നന്നായിട്ട് പഠിച്ചിറങ്ങുന്നവർക്ക് പോലും അവിടെ ചെല്ലുമ്പോൾ കുഴപ്പമൊന്നുമല്ല, അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടെങ്കിലും നല്ല മാർക്ക് കിട്ടാറുള്ളൂ. നല്ല മാർക്ക് കിട്ടിയെങ്കിലല്ലേ ഇന്റർവ്യൂവിനും ക്യാമ്പസ് ഇന്റർവ്യൂവിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ക്യാമ്പസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ, നമ്മുടെ ഓരോ S1, S2, S3 നമ്മുടെ സെമസ്റ്ററുകളിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ലാസ്റ്റ് വരുമ്പോൾ അവരെ സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാനുള്ള വഴിയുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. 10 കീം സ്കോർ 10 കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും കിട്ടും. അതിന്റെ രീതികൾ പറഞ്ഞു. ഇനി കോളേജിന്റെ സെലക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എടുക്കുന്ന കോഴ്സിന്റെ സെലക്ഷനും. ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ ഉടൻ തന്നെ നിങ്ങൾ എത്തിച്ചിരിക്കും. എല്ലാവരും മാക്സിമം ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ ചാനൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് അങ്ങോട്ട് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതിലും വലിയ കാര്യമാണ്. അത് നിങ്ങളുടെ റിലേറ്റീവ്സുമായിട്ടൊക്കെ അടുത്തിരുന്ന് ഏറ്റവും നല്ലവരെ കേട്ടോ. ചെല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കുളവാക്കിയിട്ട് പോകും, ഉള്ള കോൺഫിഡൻസും പോവും, എവിടെയും പോകും. അങ്ങനെ ചെയ്യരുത്, വളരെ ശ്രദ്ധിച്ച്. ഞാൻ പിന്നെ കുറെ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് പേർ എല്ലാവർക്കും അതിനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറ്റുന്ന പോലെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൂടെ ആവുന്ന രീതിയിൽ കൂടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തുള്ള കോളേജസുകളെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. കുറെ എഴുതി, ഇതിനൊക്കെ ടൈം വേണം കേട്ടോ. എഴുതി വെച്ചിട്ട് നിങ്ങൾ അതിനുള്ളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക.
നിങ്ങൾക്ക് എന്നെ സെർച്ച് ചെയ്ത് ഓരോ കോളേജിനെ കുറിച്ചും അത്യാവശ്യമൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഗൂഗിളിലുണ്ട്. സെർച്ച് ചെയ്ത് എല്ലാം കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.